നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലേ, ഈ ഒരു ഗ്രാസ് ബോൾ, അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുടെ സംശയങ്ങളാണ് കേട്ടോ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ബൾബ് ഇടുക എന്ന് ചോദിക്കുന്നവർ, അവർക്ക് പേടിയാണ്, ഇത് എന്താ കേടുവരുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഇതിനുള്ള ബൾബ് ഇടാം. ഇതാ കണ്ടോ, ഈ ഒരു കയറ് കെട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഇങ്ങനെ അങ്ങോട്ട് അടർത്തി മാറ്റുമ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ. അപ്പോൾ ആ ക്ലിപ്പിനെ ജസ്റ്റ് ഇതാ ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചെടുത്താൽ മതി. ഇവിടെ ഒരു മുള്ളു പോലുള്ള ഭാഗമുണ്ട്, ഇവിടെ ഒരു ഹോളും ഉണ്ട്. ഈ ഹോള് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബൾബ് ഇടാം. എന്നിട്ട് അത് അതേപോലെ ഇങ്ങനെ അങ്ങോട്ട് കുടുക്കി കൊടുത്താൽ മതി. എന്നിട്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ ഗ്രാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വകഞ്ഞ് നിൽക്കുമല്ലോ, ആ വകഞ്ഞ് നിൽക്കണേനെ ഇങ്ങനെ 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 പിടിച്ച് കൊടുക്കുക. നമ്മൾക്ക് അറിയാലോ ബോളിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെ ആവുകയെന്നുള്ളത്, പഴയ രീതിക്ക് തന്നെ ആവും. പിന്നെ ചോദിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മൾ ബോക്സ് ആക്കിയിട്ടാണല്ലോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതേ രീതിക്ക് ബോക്സിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ വെച്ചിട്ട് ബോക്സ് ഒക്കെ ആക്കി വിടുകയാണ്. അപ്പോൾ നമ്മളെ സാധനം മാത്രമല്ലല്ലോ, ഒരുപാട് ഐറ്റംസ് ഇല്ലേ ഓരോ സ്ഥലത്തു നിന്ന് അയക്കണത്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ബോക്സിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും വെക്കുക. അന്നേരം ചിലപ്പോൾ ഈ ഒരു ഗ്രാസ് ഇങ്ങനെ വകഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ഗ്രാസ് ഇല്ലാത്ത ഭാഗം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് പഴയ രീതിക്ക് വരും. അങ്ങനെ നമ്മളെ നല്ല രസമുള്ള ഗ്രാസ് ബോൾ റെഡിയായി മാറും. അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യുക. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ശരി.